ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ഒക്ടോബർ മാസം 10-ാം തീയതി പരിശുദ്ധ ജപമാലയുടെ മാസത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒപ്പം കഴിഞ്ഞ 10 ദിവസങ്ങളിലായി കാവൽ മാലാഖമാരുടെ വണക്കമാസ പ്രാർത്ഥനകളും പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷയിലൂടെ സ്റ്റെല്ല മാരീസ് ഡെലിവറൻസ് മിനിസ്ട്രി അങ്കമാലി കരിയാട് പ്രാർത്ഥനാ പ്രേക്ഷിത ഭവനിൽ നിന്നും സംപ്രേഷണം ചെയ്യുന്ന പ്രത്യേകമായി പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ശുശ്രൂഷയിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോവുക. കഴിഞ്ഞ 10 ദിവസങ്ങളിലായി പ്രത്യേകം മാലാഖമാരെക്കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു. ആരാണ് മാലാഖമാർ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കാവൽ മാലാഖമാരുടെ സഹായം എന്ത്? മാലാഖമാരുടെ പ്രാർത്ഥനയുടെ പ്രസക്തി എന്ത്? ആരാണ് മാലാഖമാർ എന്നൊക്കെ നമ്മൾ പഠിച്ചു. സഭ നമ്മെ പഠിപ്പിക്കുന്ന മാലാഖമാരെന്ന വിഷയത്തെക്കുറിച്ച് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. മാലാഖമാരെക്കുറിച്ചും എന്താണ് അവരുടെ പ്രവൃത്തിയെന്നും ദൈവരാജ്യത്തിൽ കർത്താവിനെ ആരാധിക്കുന്ന മാലാഖമാരെക്കുറിച്ചും ദൈവത്തെ സേവിക്കുന്ന മാലാഖമാരെക്കുറിച്ചും പുത്രൻ തമ്പുരാന് മഹത്വം കരയുന്ന മാലാഖമാരെക്കുറിച്ചും വെളിപാട് നൽകുന്ന മാലാഖമാരെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. ഈ ദിവസങ്ങളിൽ മാലാഖമാരുടെ ഒരു ആമുഖമാണ് ഈ 10 ദിവസം നമ്മൾ മനസ്സിലാക്കിയത്. സന്ദേശവാഹകരായ മാലാഖമാരുണ്ട്. അവർ ദൈവമക്കളുടെ പക്കലേക്ക് അല്ലെങ്കിൽ ദൈവത്താൽ അയക്കപ്പെട്ട് പിതാവായി ദൈവത്തിൻ്റെ ആജ്ഞപ്രകാരം അല്ലെങ്കിൽ അവിടുത്തെ സന്ദേശവുമായി കടന്നു വരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. സന്ദേശവാഹകരായ മാലാഖമാർ ദൈവത്തിൻ്റെ ദൂതന്മാരാണ് എന്നും ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തെ സേവിക്കുന്നവരുമാണ് മാലാഖമാരെന്ന് നമ്മൾ മനസ്സിലാക്കി. വീണ്ടും നമ്മൾ കാണുകയാണ്, സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന മാലാഖമാർ സ്വർഗത്തിൽ നിന്നും ദൈവത്താൽ അയക്കപ്പെട്ട് ദൈവമക്കളുടെ ജീവിതത്തിലേക്ക്, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കാവൽ മാലാഖമാർ കടന്നു വരികയാണ്. നവവൃന്ദ മാലാഖമാരുടെ സഹായം ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ് ദൈവത്താൽ അയക്കപ്പെട്ട് എങ്ങനെയൊക്കെയാണ് മാലാഖമാർ ദൈവമക്കളെ സഹായിക്കുക? സഭാ പഠനങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സുപ്രധാനമായ 4 കാര്യങ്ങളെക്കുറിച്ച് പറയുവാനായിട്ടുണ്ട്. സുപ്രധാനമായ 4 കാര്യങ്ങളെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നുണ്ട്. ദൈവമക്കളെ എങ്ങനെയൊക്കെയാണ് മാലാഖമാർ സഹായിക്കുക? 1, അവർ ദൈവമക്കൾക്കായി വഴി ഒരുക്കുന്നു. 2, ദൈവമക്കളെ വഴി നടത്തുന്നു. 3, അവർ വഴികളിൽ ജീവനെ കാത്തുപരിപാലിക്കുന്നു. 4, ദുഷ്ടശക്തികളുടെ കണിയിൽ നിന്നും പിശാചിൻ്റെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും പിശാചുമായിട്ടുള്ള എല്ലാ ആക്രമണങ്ങളിൽ നിന്നും അവർ നമ്മളെ കാത്തുപരിപാലിക്കുന്നു. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ, മാലാഖമാർ ദൈവമക്കളെ സഹായിക്കുന്നുവെന്ന് സഭ നമ്മെ പഠിപ്പിക്കുമ്പോൾ 4 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ ഏറ്റവും ആദ്യമായി നമ്മൾ പഠിക്കുന്നത്, അവർ ദൈവമക്കൾക്കായി വഴി ഒരുക്കുന്നു. വഴി ഒരുക്കുന്നവരാണ് മാലാഖമാർ. നമുക്ക് മുമ്പേ പോയി വഴി ഒരുക്കുവാൻ കർത്താവ് അയച്ചിട്ടുള്ളതാണ് മാലാഖമാരെ. വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വചനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെയാണ് പറയുക: നിനക്ക് മുമ്പേ വഴി ഒരുക്കുവാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കും. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ ആലയത്തിലേക്ക് വരും. നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു. ഇപ്പോൾ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ, മലാക്കി പ്രവാചകനിലൂടെ നമ്മൾ കാണുന്നുണ്ട്, നിനക്ക് മുമ്പേ വഴി ഒരുക്കുവാൻ എൻ്റെ ദൂതനെ ഞാൻ അയക്കും. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ ആലയത്തിലേക്ക് വരും. നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു. വിശുദ്ധ ബേസിൽ തൻ്റെ ജീവചരിത്രത്തിൽ ഇങ്ങനെയാണ് പറയുക. വിശുദ്ധ ബേസിൽ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഓരോ വിശ്വാസിയുടെ സമീപത്ത് അവനെ ജീവനിലേക്ക് നയിക്കുവാൻ ഒരു അധ്യാപകനും ഒരു അജപാലകനുമായി ഒരു മാലാഖയുണ്ട്. കാവൽ മാലാഖയെക്കുറിച്ചും വഴി ഒരുക്കുന്ന മാലാഖമാർ, കൂടെ നടക്കുന്ന മാലാഖ, വഴി ഒരുക്കി നമ്മുടെ മുമ്പേ പോകുന്നതിനെ കുറിച്ച് വിശുദ്ധൻ നമ്മളോട് പറയുക. വിശുദ്ധ ബേസിൽ നമ്മളോട് പറയുകയാണ്, ഇങ്ങനെയാണ് പറയുക: ഓരോ വിശ്വാസിയുടെ സമീപത്ത് അവനെ ജീവനിലേക്ക് നയിക്കുവാൻ ഒരു അധ്യാപകനും ഒരു അജപാലകനുമായി ഒരു മാലാഖയുണ്ട്. ആരാണ് ഒരു അജപാലകൻ? നമുക്കറിയാം. നല്ലൊരു ആട്ടിടയൻ ആരാണെന്ന് നമുക്കറിയാം. തനിക്ക് എത്ര ആട്ടിൻകുഞ്ഞുങ്ങളുണ്ടോ അതിൽ ഒന്നിനെ പോലും വന്യമൃഗങ്ങളോ കുറുനരിയൊന്നും ആക്രമിക്കാതെ അതിന് വേണ്ട വിധം വയർ നിറച്ച് അതിനെ പരിപാലിച്ച് സുരക്ഷിതമായിട്ട് അവസാനം വൈകുന്നേരം കൂട്ടിലേക്ക് എത്തിക്കുന്ന നല്ലൊരു ആട്ടിടയൻ. ആരാണൊരു അധ്യാപകൻ? തൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവൻ്റെ ജീവിതത്തെ നന്മയായി ഭവിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവനെ നന്മയിലേക്ക് നയിക്കുന്ന, മാതൃകയായി അവൻ നന്മയിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയാണ്, പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു അധ്യാപകൻ. ഇപ്പം നല്ലൊരു അധ്യാപകനായി, നല്ലൊരു ആട്ടിടയനായി തന്നെ ആരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ, ഓരോ കാവൽ മാലാഖയും ആരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ അതിൽ ഒന്നുപോലും ഒരു ദൈവമകനും ഒരു ദൈവമകളും നശിച്ചു പോകാതെ, വഴിതെറ്റിപ്പോകാതെ അവനെ ജീവനിലേക്ക് കൊണ്ടുപോകുവാൻ, സുരക്ഷിതമായി കൊണ്ടുപോകുവാൻ ഒരു മാലാഖ കൂടെയുണ്ട് എന്നാണ് ബേസിൽ പറയുക. അവരെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായി ഒരു മാലാഖയുണ്ട് എന്നാണ് ബേസിൽ നമ്മളോട് പറയുക. അപ്പോൾ ഈശോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ മാലാഖമാർ വഴി ഒരുക്കുന്നവരാണ്, വഴി നടത്തുന്നവരാണ്, ദൈവമക്കളെ കാത്തു പരിപാലിക്കുന്നവരാണ് നമ്മൾ മനസ്സിലാക്കുകയാണ്.
ഒന്നാമതായി ദൈവമക്കളെ സഹായിക്കുന്ന മാലാഖമാരിൽ ഒന്നാമത് നമ്മൾ കാണുന്ന കാര്യമാണ്, അവർ നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്ന മാലാഖമാർ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിലും മാലാഖമാരുടെ സഹായം ചെയ്യണം. എനിക്ക് മുമ്പേ പോയി വഴിയൊരുക്കുവാൻ, നീ ഒരു പരീക്ഷയ്ക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ, നീ ഒരു ജോലിക്കായിട്ടൊരു ഇൻ്റർവ്യൂവിനായി പുറപ്പെടുമ്പോൾ, നീ ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ, നീ ഒരു ആശുപത്രിയിലേക്ക് ഒരു ഡോക്ടറെ കാണുവാൻ വേണ്ടി പുറപ്പെടുമ്പോൾ, നിന്റെ ജീവിതത്തിലെ സങ്കടകരമായ ഏതവസ്ഥയിലും ആകട്ടെ, സന്തോഷകരമായ ഏത് അവസരമായിക്കൊള്ളട്ടെ, നീ മാലാഖയോട് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ കർത്താവെ മാലാഖമാരെ അയച്ചു തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിനക്ക് ഒരു മാലാഖി, നിന്റെ കാവൽ മാലാഖ നിന്റെ മുമ്പേ പോയി നിനക്ക് വഴിയൊരുക്കും. ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. കാവൽ മാലാഖമാരുടെ വണക്കമാസം 10-ാം ദിവസത്തിലേക്ക് പങ്കുചേരുമ്പോൾ തീവ്രമായി നമുക്ക് ആഗ്രഹിക്കാം, മാലാഖ കൂടെ ഉണ്ടാകണം, എൻ്റെ കൂടെ എൻ്റെ കാവൽ മാലാഖി ഉണ്ടാകണം, എനിക്ക് വഴിയൊരുക്കുവാൻ എൻ്റെ മാലാഖ മുമ്പേ നടക്കണം. എനിക്ക് പ്രതിസന്ധികൾ, എനിക്ക് അറിവില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, എനിക്ക് പ്രതിസന്ധികളിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ ആ പ്രതിസന്ധികളെ മാറ്റുവാൻ വേണ്ടി എൻ്റെ മാലാഖ കൂടെ നടക്കണമെന്ന ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.